സുകന്യയെ അയാൾ തോളത്തേക്കിട്ടു. അയാൾക്ക് അവൾ ഒരു പഞ്ഞിക്കെട്ട് പോലെ തോന്നി. ദുർബലമായി അവൾ എതിർക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളൊന്നും ചെയ്യല്ലേ പ്ലീസ്. പവിത്ര ഉറക്കെ കരഞ്ഞു. അവളുടെ കരച്ചിൽ അയാളെ ഉന്മാദാവസ്ഥയിലെത്തിച്ചു. പവിത്ര, നീ താൻ എനിക്ക് ടാർഗറ്റ്. കാരണം നീ ഒരു പോലീസുകാരൻക്ക് പൊണ്ടാട്ടിയാകാ പോണവൾ. ഇന്ത നൈറ്റിൽ നീ താൻ എൻ പൊണ്ടാട്ടി. നീ എൻ കൂടെ പടുക്കണം. അത് അന്ത പോലീസിനായി തിരിഞ്ചിടണം. രാജൻ സുകന്യയുടെ പിടിവിട്ടു. വാടിയ ചെമ്പിൻ തണ്ടുപോലെ അവൾ അവിടെ നിലത്ത് വീണു. പവിത്ര ഓടണമെന്ന് മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും രാജൻ അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു. ചോര പൊടിഞ്ഞു എന്ന് തോന്നിയവൾക്ക് അയാൾ അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് താഴത്തെ വരാന്തയിലേക്ക് കയറി. ഡോറ് തുറന്നൊരു റൂമിലേക്ക് പവിത്രയെ വലിച്ചെറിഞ്ഞു. അതിനുശേഷം അയാൾ അകത്തേക്ക് കയറി. പവിത്ര എഴുന്നേറ്റൊരു റൂമിന്റെ മൂലയിലേക്ക് മാറി. അടുക്കളയിലായിരുന്നു അവർ ചെന്നു കയറിയത്. പവിത്ര കയ്യിൽ കിട്ടിയ പാത്രങ്ങളെല്ലാം എടുത്തു അയാൾക്ക് നേരെ എറിഞ്ഞു. രാജൻ എല്ലാം തട്ടി മാറ്റിക്കൊണ്ടിരുന്നു. ഒടുവിൽ അവളുടെ കയ്യിൽ മുളകുപൊടിയുടെ ഭരണി കിട്ടി. രാജൻ അത് എന്താണെന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ അവൾ മൂടി തുറന്ന് മുളകുപൊടി അയാളുടെ മുഖത്തേക്ക് എറിഞ്ഞു. കണ്ണിൽ മുളകുപൊടി ആയതും അയാൾ കണ്ണുനീര് താഴെ ഇരുന്നു പോയി. ഒരു നിമിഷം കൊണ്ട് പവിത്ര പുറത്തേക്കോടി. പുറത്തു കടന്ന അവൾ വാതിൽ പുറമേ നിന്നും അടച്ചു കുറ്റിയിട്ടു. എന്നിട്ട് സുകന്യയുടെ അടുത്തേക്കോടി. സുകന്യ മെല്ലെ നിരങ്ങി സ്റ്റെപ്പിന്റെ അടുത്തെത്തിയിരുന്നു. സുകന്യയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച ശേഷം രണ്ടുപേരും കൂടി മക്കളെ ഉണർത്തി. എന്നിട്ട് 4 പേരും കൂടി സിറ്റ് ഔട്ടിന്റെ ഭാഗത്തേക്കോടി. അപ്പോഴേക്കു രാജൻ വാതിൽ ചവിട്ടി പൊളിക്കാൻ ശ്രമം തുടങ്ങിയിരുന്നു. താക്കോലുകൾ മാറി മാറിയിട്ട് അവർ ഡോറ് തുറക്കാൻ നോക്കി. 1-2 വട്ടം വാതിൽ തുറക്കാനുള്ള ശ്രമത്തിനിടയിൽ താക്കോല് താഴെ വീണുപോയി. അപ്പോൾ വാതിൽ പൊളിച്ച് രാജൻ പുറത്തു വന്നു. അതേ നിമിഷം തന്നെ വാതിൽ തുറന്നു. മക്കളും പവിത്രയും പുറത്തെത്തിയതും രാജൻ അവർക്ക് അടുത്തെത്തിയിരുന്നു. തനിക്ക് പുറത്തു കടക്കാനാവില്ല എന്ന് മനസ്സിലായതോടെ സുകന്യ ഉള്ളിൽ തന്നെ ഇന്ന് വാതിൽ അടച്ചു കളഞ്ഞു. ഒപ്പം മക്കളെയും കൂട്ടി രക്ഷപ്പെടാൻ അവൾ അലറി പറയുന്നുണ്ടായിരുന്നു. ഒടുവിൽ പവിത്ര പുറമേ നിന്ന് വാതിൽ ലോക്ക് ചെയ്തു. പിന്നെ നിശബ്ദത ആയിരുന്നു. പേടിപ്പെടുത്തുന്ന നിശബ്ദത. രാജനിൽ നിന്നും ഒരു നീക്കവും ഉണ്ടാകാഞ്ഞപ്പോൾ സുകന്യ മെല്ലെ തിരിഞ്ഞു നോക്കി. രാജൻ അപ്പോൾ അരമതിലിൽ കയറി അവളെയും നോക്കിയിരിക്കുകയായിരുന്നു. സുകന്യ മെല്ലെ പുറകോട്ട് ഓരോ സ്റ്റെപ്പ് വെച്ചു നീങ്ങി. രാജൻ ചെറുതായി ചിരിച്ചുകൊണ്ട് ഇരുന്നിടത്തു നിന്നും ചാടിയിറങ്ങി. ഉന്നയും എനക്ക് പിടിച്ചിരിക്ക്, റൊമ്പ പിടിച്ചിരിക്ക്. അയാൾ മെല്ലെ അവൾക്കരികിലേക്ക് നടന്നു. ഏതാണ്ട് അവൾക്കരികിലെത്തിയതും അയാൾ കയ്യിലെടുത്ത് പിടിച്ചിരുന്ന മുളകുപൊടി അവളുടെ കണ്ണിലേക്ക് ഊതി വിട്ടു. കണ്ണുകൾ പൊത്തി സുകന്യ നിലത്തിരുന്നു പോയി. അവൾ ഉറക്കെ കരഞ്ഞു. സുകന്യ ഇരുന്നതുപോലെ തന്നെ അവളെ പൊക്കിയെടുത്തത് അയാൾ വരാന്തയിലൂടെ നടന്നു. സുകന്യ അപ്പോഴും കരയുകയായിരുന്നു. ഒടുവിൽ അയാൾ അവളെയും കൊണ്ട് ഒരു റൂമിലേക്ക് കയറി. ഇത്തവണ അയാൾ അലേർട്ടായിരുന്നു. തൻ്റെ ഇര ഒരിക്കൽ കൂടി രക്ഷപ്പെടാതിരിക്കാൻ അയാൾ വളരെ സാവധാനം സുകന്യയെ ബെഡിലേക്കിട്ട് വാതിൽ ലോക്ക് ചെയ്തു. അവൾ അപ്പോഴും തൻ്റെ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. രാജൻ അവളുടെ മേൽ കയറിയിരുന്ന് സുകന്യയുടെ സാരിത്തലപ്പ് കൊണ്ട് അവളുടെ കണ്ണുകൾ തുടക്കാൻ സഹായിച്ചു. കണ്ണുകളാണ് എന്ന ധാരണയില്ലാതെ അവൾ തുണി കൊണ്ട് അമർത്തി തുടച്ചുകൊണ്ടിരുന്നു. സുകന്യ വേദന കൊണ്ട് കുട്ടികളെ പോലെ വാവിട്ട് കരഞ്ഞു. രാജൻ അത് ശ്രദ്ധിക്കുന്നേയില്ലായിരുന്നു. ഒടുവിൽ സുകന്യക്ക് കുറച്ചൊക്കെ കണ്ണ് തുറക്കാമെന്നായി. സുകന്യ കണ്ണ് തുറന്നപ്പോൾ അയാൾ അവളുടെ സാരി അഴിച്ചു. അവളുടെ കൈകൾ കെട്ടിയിട്ടു. വേറെ ഒരു തുണിക്കഷ്ണം എടുത്ത് കാലുകളും കട്ടിലിനോട് ചേർത്ത് കെട്ടിയിട്ടു. സുകന്യയുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞിരുന്നു. അയാൾ അയാളുടെ അരയിൽ നിന്ന് നേരത്തെ സുകന്യയെ അയാൾ മുറിവേൽപ്പിക്കാൻ എടുത്ത സ്പൂൺ എടുത്തു. പതിയെ അവൾക്കരികിലേക്ക് നടന്നു വന്ന ശേഷം സുകന്യയുടെ കണ്ണിന് നേർ കാഞ്ഞു വീശി. അത് കണ്ണിന് തൊട്ടില്ല എന്ന നിലയിൽ അയാൾ നിർത്തി. അങ്ങനെ അവളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ അയാൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ചിലയിടത്തൊക്കെ മുറിവുണ്ടായി രക്തം വരാൻ തുടങ്ങി. അതൊന്നും ശ്രദ്ധിക്കാതെ രാജൻ കത്തി വീശുന്നത് പോലെ സ്പൂൺ വീശിക്കൊണ്ടിരുന്നു. ആ സമയം രാജനെ ഒരു മാനസിക രോഗിയെ പോലെ തോന്നിച്ചു. ഒടുവിൽ സ്വയം തോന്നി തൻ്റെ പരാക്രമം അയാൾ നിർത്തുമ്പോൾ സുകന്യയുടെ കഴുത്തിലും കയ്യിലും വയറിലുമെല്ലാം രക്തച്ചുവപ്പിന്റെ നേർരേഖകൾ കണ്ടു. ഒടുവിൽ രാജൻ അവിടെ നിന്നും എഴുന്നേറ്റ് നിലത്ത് ചമ്രം പടിഞ്ഞിരുന്നു. സുകന്യ അപ്പോഴും കരയുകയായിരുന്നു. കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്ന ശേഷം രാജന് വീണ്ടും എഴുന്നേറ്റു. അയാൾ അവൾക്കരികിലേക്ക് വന്നു. സ്പൂണ് തല മാറ്റി പിടിച്ചു. അയാൾ അത് അവളുടെ കഴുത്തിൽ മുട്ടിച്ചു പിടിച്ചു. അയാൾ മെല്ലെ അത് അവളുടെ കഴുത്തിൽ അമർത്തി. ഭയം കൊണ്ട് സുകന്യയുടെ കണ്ണുകൾ തുറിച്ചു വന്നു. ഉമിനീർ ഇറക്കാൻ പോലും അവൾ ഭയപ്പെട്ടു. അടുത്ത നിമിഷം ആ വീട്ടിലെ ലൈറ്റുകൾ ഒന്നാകെ കത്തി. രാജൻ പെട്ടെന്ന് തന്നെ വാതിലിന് നേരെ നടന്നു. വാതിൽ തുറന്നപ്പോൾ മുന്നിലെ നടുമുറ്റത്തിൽ പവിത്രയും മക്കളും നിൽക്കുന്നുണ്ടായിരുന്നു. രാജൻ സുകന്യയെ ഒന്ന് നോക്കി. അവൾ തലകൊണ്ട് മക്കളോട് അവിടെ നിന്നും പോകാൻ ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. രാജൻ നാവുകൊണ്ട് മേൽച്ചുണ്ട് നനച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. സുകന്യയെ നോക്കി കൊണ്ട് മക്കൾ അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു.